ഹായ്, ഞാൻ അരുൺ. ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യൂണിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മൾട്ടിപാര മോണിറ്റർ വെച്ചിടാം. മൾട്ടിപാര മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ICUയിലും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലും കാഷ്വാലിറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന മോണിറ്ററാണ്. നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു മോണിറ്ററിൽ ECGയും ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു മോണിറ്റർ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ECG കണക്ട് ചെയ്യുന്ന BP എടുത്ത് നോക്കുന്നത് അതൊക്കെ ഈ മോണിറ്ററിലാവും കാണുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു മോണിറ്റർ നമുക്ക് പരിചയപ്പെടാൻ. ഇതാണ് നമ്മളുടെ കയ്യിലേക്കുള്ള മൾട്ടിപാര മോണിറ്റർ. ഒരുപാട് മോഡലുകൾ ഉണ്ട് മോണിറ്ററിൽ തന്നെ. കുറെ കമ്പനികളുടെ മോണിറ്ററുകളുണ്ട്, പല പല കമ്പനികളിലെ പല സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ മോണിറ്റർ ഒക്കെ പൊതുവെ നമ്മൾ എത്ര പാരാമീറ്റർ എന്ന് വെച്ചിട്ട് പറയാം. ഇപ്പൊ മൾട്ടിപാര മോണിറ്റർ എന്ന് പറഞ്ഞില്ലേ, അതിൽ 5 പാരാമീറ്റർ അങ്ങനെ പാരാമീറ്റേഴ്സ് പറയും. നമ്മൾ 3 പാര 5 പാര എന്നൊക്കെ പറയും. ആ പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതാണ് ഈ പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ മോഡലാകുമ്പോൾ നമുക്ക് ECG കാണാം, SpO2 NIBP എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇൻവേസീവ് ബ്ലഡ് പ്രഷർ. അതായത് നമ്മൾ കഫിൽ കെട്ടിയിട്ട് നോൺ BP എടുക്കില്ലേ, ആ ഒരു ഇത്. അപ്പൊ NIBP കാണാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാണാം, റെസ്പിറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണിക്കാം. ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ് ഒക്കെ ഇതിൽ ഉണ്ടാവും. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഈ പേഷ്യന്റിന്റെ വരുന്ന കേബിളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകളാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ SpO2 കണക്ട് ചെയ്യാനുള്ള SpO2ന്റെ പ്രോബ്, അതായത് SpO2 സെൻസർ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് NIBPയുടെ ഹോസ്. NIBP എന്ന് പറയുമ്പോൾ അതിൽ എയർ പമ്പ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനൊരു ഹോസ്, ഇവിടെ ട്യൂബ് കണക്ട് ചെയ്യാം. ഇവിടെയായിട്ട് നമുക്ക് ECG കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ടെമ്പറേച്ചർ കണക്ട് ചെയ്യാം. ടെമ്പറേച്ചർ ഡ്യുവൽ ടെമ്പറേച്ചർ വരുന്നുണ്ട്. 2 ടെമ്പറേച്ചർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് പറയുന്ന അടുത്ത ഒരു സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേ പറയും. ഇത്ര സൈസ് വരുന്ന ഡിസ്പ്ലേ ആണ് മോണിറ്റർ എന്ന് പറയും. നമുക്ക് ഇത് വരുന്നത് 12.1 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഉള്ള ഒരു മോണിറ്ററാണ്. നമുക്ക് ഡിസ്പ്ലേയുടെ സൈസ് 12.1 ഇഞ്ച് ആണ്. ഇത് ടച്ച് സ്ക്രീൻ അല്ല, നോർമൽ ആയിട്ടുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ടച്ച് വരുന്നുണ്ട്. ടച്ച് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഇതിലെ. അതുപോലെ തന്നെ ഞാൻ പാരാമീറ്റർ പറഞ്ഞല്ലോ, പാരാമീറ്റർ ഇത് സ്റ്റാൻഡേർഡ് പാരാമീറ്ററാണ് ഈ മോണിറ്ററിന്റെ. ഇത് കൂടാതെ നമുക്ക് ETCO2, ഡ്യുവൽ ഓർ സിംഗിൾ, IBP എന്നൊക്കെ പറയുന്നത് അങ്ങനെ പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഓപ്ഷനിലാണ്. മെഷീൻ എടുക്കുമ്പോൾ തന്നെ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് മെഷീന്റെ ഫ്രണ്ട് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞു 12.1 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന്. ഇവിടെയായിട്ട് ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അലാംസ് വന്നു കഴിഞ്ഞാൽ, മെഷീനിൽ എന്തെങ്കിലും അലാം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കും പെട്ടെന്ന്. അപ്പൊ നമുക്ക് സിസ്റ്ററോ ഡോക്ടറോ കുറച്ച് അകലെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻഡിക്കേഷൻ ഇവിടെ വരും. പിന്നെ മെഷീനിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മെഷീന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നമ്മൾ പേഷ്യന്റിനെ ഇങ്ങോട്ടെങ്കിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. അതിന് നമുക്ക് ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. മെഷീന്റെ മെയിൻ ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ്. ഇവിടെ വരുന്നത് 2 ഇൻഡിക്കേഷൻസ്, LED ഇൻഡിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇതൊന്ന് AC എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മൾ പവർ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കുന്നതാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണിക്കുന്നത് പവർ ഓൺ ആയിട്ടുണ്ടോ, മെഷീൻ പവർ ഓൺ ആയിട്ടുണ്ടോ ഓഫ് ആണോ എന്നുള്ള ഇൻഡിക്കേഷനാണ്. ഇവിടെ വരുന്നത് അതിന്റെ കീസ് ആണ്. നമ്മൾ സെറ്റിംഗ്സിനുള്ള കീ, അതുപോലെ തന്നെ BP എടുക്കാൻ വേണ്ടിയിട്ടുള്ള കീ, അതൊക്കെയാണ് ഈ കീസ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ മ്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് അലാം അടിച്ചു കഴിഞ്ഞാൽ മ്യൂട്ട് ആക്കാനുള്ള കീ, അതൊക്കെയാണ് ഈ കീസ് ഇവിടെ വരുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന ഒരു നോബ് ഉണ്ട്. ഇത് ട്രീറ്റ്മെന്റ് നോബ്. ഇതെന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ്സ്, മെഷീന്റെ ഉള്ളിൽ എന്തെങ്കിലും സെറ്റിംഗ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോബും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പാരാമീറ്റർ, ഓരോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും അത് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ മെഷീന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീക്കറിന്റെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെറ്റ് കണക്ഷൻസ്, USB കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ VGA ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ മെയിൻസ് പവർ സോക്കറ്റ് കണക്ട് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് മെയിൻസ് പവർ കണക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്യൂസിന്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എർത്തിങ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെഷീനിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് മെഷീനിൽ ഒരു പ്രിന്റർ ഒന്നും ഉണ്ടാവില്ല, പ്രിന്റർ ഇല്ല. ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ് ഇവിടെ കാണാം. ഇവിടെ പ്രിന്റർ വരാനുള്ള സ്പേസ് ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ് മെഷീനിൽ പ്രിന്റർ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ആക്സസറീസ് നോക്കാം. അതേപോലെ മെഷീന്റെ ഒപ്പം ഒരു പവർ കേബിൾ വരുന്നുണ്ട്. പിന്നെ ECG കേബിള്, SpO2 പ്രോബ്, അഡൽട്ട് SpO2 പ്രോബ്. ഇത് അഡൽട്ട് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് പീഡിയാട്രിക്, ന്യൂനാറ്റിലൊക്കെ നമുക്ക് ഈ മെഷീനിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ അഡൽട്ട് പ്രോബ് മാറ്റിയിട്ട് പീഡിയാട്രിക്കിന്റെ ഒരു പ്രോബ് വാങ്ങി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീഡിയാട്രിക് പേഷ്യൻസിന് അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂനാറ്റിൽ പ്രോബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂനാറ്റിൽസിന് യൂസ് ചെയ്യും. നമുക്ക് മെഷീന്റെ ഒപ്പം സ്റ്റാൻഡേർഡ് വരുന്നത് അഡൽട്ട് ആണെന്ന് മാത്രം. NIBP റഫ്,
NIBP കഫും ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് അഡൽട്ടിന്റെ കഫാണ് വന്നിട്ടുള്ളത്. നമുക്ക് പീഡിയാട്രിക്കിന്റെ ന്യൂനാറ്റിന്റെ ഒക്കെ കഫ് സെപ്പറേറ്റ് വാങ്ങി ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീഡിയാട്രിക്കും ന്യൂനാറ്റിക്കും അഡൽട്ടും ഒക്കെ നമുക്ക് ഈ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ NIBP ഹോസ് വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സെൻസർ വരുന്നുണ്ട്. മെഷീൻ്റെ ഒപ്പം ഒരു ടെമ്പറേച്ചർ പ്രോബും കൂടി വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ആക്സസറീസ് ആയിട്ട് മെഷീൻ്റെ ഒപ്പം വരുന്നത്. ഈ സൈഡിലായിട്ട് നമ്മൾ ECG കേബിൾ കണക്ട് ചെയ്യാം. ECG കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനത്തെ പിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ നോച്ച് നമ്മൾ ഇതിൽ വരുന്ന വിധത്തിൽ വേണം കണക്ട് ചെയ്യാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്യാപ്പ് അത് ഇതിൽ വരുന്ന വിധത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ECG കേബിൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് നമുക്ക് SpO2 പ്രോബ് കണക്ട് ചെയ്യാം. SpO2 പ്രോബ് ഇവിടെ ആയിട്ട് ഒരു നോച്ച് വരുന്നുണ്ട്. പ്രോബിനെ കാണുന്നുണ്ടോ? ഇതിൽ ഈ നോച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ നോച്ച്. അപ്പോൾ ഈ നോച്ച് ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ടാക്കിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് NIBP വരുന്നത്. NIBP ഹോസ് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് എൻഡ് വരുന്നത് രണ്ട് തരത്തിലുള്ള കണക്ടറാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ എൻഡ് വരുന്നതാണ് നമ്മൾ മെഷീനിൽ കണക്ട് ചെയ്യേണ്ടത്. ഇതൊരു പുഷ് പുൾ കണക്ടറാണ്. നമ്മൾ ഊരുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്തിട്ട് ഊരാ ചെയ്യുക, ഇതിൽ പിടിച്ചിട്ട്. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, ലോക്കാവും അതിൽ. പിന്നെ അടുത്തത് നമുക്ക് ടെമ്പറേച്ചർ പ്രോബാണ് കണക്ട് ചെയ്യാനുള്ളത്. ഞാൻ ടെമ്പറേച്ചർ പ്രോബ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിനങ്ങനെ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ പ്രോബ് ഇങ്ങനെ ആയാലും നമുക്ക് പ്രശ്നമില്ല, കണക്ഷൻ കറക്റ്റ് കിട്ടും. ഉണ്ടോ? ടെമ്പറേച്ചർ 1ലും 2ലും ഏതിൽ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ECG കേബിൾ ഊരുമ്പോൾ ഒരിക്കലും ഇത് തിരിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ SpO2-ൻ്റെതും. നമ്മൾ തിരിച്ച് ഊരരുത്, ജസ്റ്റ് പുള്ള് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ കണക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, NIBP-യിൽ നമ്മൾ കഫ് കണക്ട് ചെയ്തിട്ടില്ല. NIBP ട്യൂബ് കണക്ട് ചെയ്തു. ട്യൂബിൽ നമ്മൾ കഫ് കണക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ ട്യൂബിൻ്റെ എൻഡിലേക്ക്, ഈ കണക്ടറിലേക്ക് കഫ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മെഷീനിന് ഇങ്ങനെയാണ് വരുന്നത്. ചില മെഷീനുകൾക്ക് നമുക്ക് ഈ NIBP-യുടെ ഇവിടെയുള്ള ഇതുപോലത്തെ തന്നെ സെയിം കണക്ടർ ആയിരിക്കും ഇവിടെയും വരുന്നത് ചില മെഷീനുകൾക്ക്. പക്ഷെ ഇതിന് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് മാത്രം. ഓക്കെ, ജസ്റ്റ് മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് പവർ ബട്ടൺ. പവർ ബട്ടൺ ഓൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആയി വരും. ഓക്കെ, മെഷീൻ ഓൺ ആയി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇതിൽ മെഷീനിൽ എന്തെങ്കിലും അലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ SpO2 നോ സെൻസർ എന്ന് എഴുതി കാണിച്ചത്, അതായത് സെൻസർ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. അതുപോലെ ECG ലീഡ് ഓഫ്, ECG നമ്മൾ പേഷ്യൻറ്റിൽ കണക്ട് ചെയ്തിട്ടില്ല, അതാണ്. അങ്ങനെയുള്ള അലാംസ് ഒക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കാണിച്ചു തരും. മെഷീനിൽ അലാം എഴുതി കാണിക്കും എന്താണുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് 3 ECG ലീഡ്സ് വരുന്നുണ്ട്. ലീഡ് 1, ലീഡ് 2, V. ഇത് നമുക്ക് ഏതാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ECGയുടെ നമുക്ക് ഹാർട്ട് റേറ്റ് കാണിക്കുന്നത്. ഇവിടെ NIBP-യുടെ റീഡിങ് ഇവിടെ വരും. ഇവിടെ ടെമ്പറേച്ചർ, ഡ്യുവൽ ടെമ്പറേച്ചർ, 2 ടെമ്പറേച്ചർ ഇവിടെ വരും. ഇവിടെ SpO2 വരും. ഇവിടെ പ്ലക്ക് വരും. നമുക്ക് പ്ലക്സിമോഗ്രാഫ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ റെസ്പിറേഷൻ വരും, ഗ്രാഫ് വരും റെസ്പിറേഷൻ്റെ. ഇനി നമുക്ക് ഇതിൽ ഏത് സെറ്റിങ്സിലേക്ക് പോകണം? ഇനി ഇവിടെ ട്രിം നോബ് തിരിക്കുമ്പോൾ ഈ സെലക്ഷൻ ചേഞ്ച് ആവുന്നത് നോക്കിക്കോളൂ. കണ്ടോ? അപ്പോൾ ഇതിൽ ഞാൻ ECGയുടെ സെറ്റിങ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോബ് തിരിച്ച് ECGയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ECGയുടെ ഫുൾ സെറ്റപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ECGയുടെ ഹാർട്ട് റേറ്റ്, ഹൈ ലിമിറ്റ്, ലോ ലിമിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ്, അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് NIBP-യിൽ എത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ NIBP-യുടെ ഫുൾ സെറ്റിങ്സ് ആയിട്ട് ഇതിൽ വരും.
അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഈസിയാണ് നമുക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഡെമോ മോഡിൽ എടുത്ത മെഷീൻ എങ്ങനെയായിരിക്കും പേഷ്യൻറ്റിൽ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാമെന്ന് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഡെമോ എടുത്തു. ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോ ഓൺ ആക്കിയിരിക്കുകയാണ്. പേഷ്യൻറ്റിൽ എല്ലാ ECG എസ്പ്യൂട്ടും എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ലീഡ് 1, ലീഡ് 2, വി വരുന്നുണ്ട്, പിന്നെ പ്ലക്സസ് ഗ്രാഫ് വരുന്നുണ്ട്, റെസ്പിറേഷൻ ഗ്രാഫ് വരുന്നുണ്ട്, റെസ്പിറേഷൻ റേറ്റ് ഇവിടെ വരുന്നുണ്ട്, പിന്നെ എസ്പ്യൂട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ടെമ്പറേച്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഡ്യുവൽ ടെമ്പറേച്ചറും, പിന്നെ അതുപോലെ തന്നെ NIBP ഇവിടെ കാണിക്കുന്നുണ്ട്, ഹാർട്ട് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് പേഷ്യൻറ്റിൽ കണക്ട് ചെയ്താൽ വരാം. ഞാൻ ജസ്റ്റ് ഡെമോ മോഡ് ഒന്ന് ഓഫ് ആക്കിയിട്ട് എസ്പ്യൂട്ട് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി എസ്പ്യൂട്ട് സെൻസർ കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എസ്പ്യൂട്ടും പൾസ് റേറ്റും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ സെൻസർ വീണ്ടും കണക്ട് ചെയ്യാണ്. ഇവിടെ എസ്പ്യൂട്ട് വന്നിട്ടുണ്ട്, ഇവിടെ പൾസ് റേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൈ.